നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. വന്ദേ ഭാരത് മിഷൻ 4ാം ഘട്ടത്തിൽ കേരളത്തിലേക്കുള്ള സർവീസുകൾക്ക് ഇന്ന് തുടക്കം. തിരുവനന്തപുരം, കൊച്ചി എന്നിവിടങ്ങളിലേക്കാണ് ഇന്ന് സർവീസുകൾ ഉള്ളത്. 4ാം ഘട്ടത്തിൽ 36 സർവീസുകളാണ് ജൂലൈ 30 വരെ കേരളത്തിന് അനുവദിച്ചിരിക്കുന്നത്. ഒന്നിടവിട്ട ദിവസങ്ങളിലായി കൊച്ചിയിലേക്ക് ഇന്നു മുതൽ ജൂലൈ 30 വരെ 12ഉം തിരുവനന്തപുരത്തേക്ക് ബുധനാഴ്ച മുതൽ 22 വരെ 8ഉം സർവീസുകളാണുള്ളത്. കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലേക്ക് 9 മുതൽ ജൂലൈ 23 വരെ 8 സർവീസുകൾ വീതമാണുള്ളത്. ഇന്ത്യയിലേക്കുള്ള 4ാം ഘട്ടത്തിൽ ഇന്നലെയാണ് തുടക്കമായത്. ഇന്നലെ ലക്നൗ, മുംബൈ എന്നിവിടങ്ങളിലേക്കാണ് സർവീസ് നടത്തിയത്. വന്ദേ ഭാരത് ഇതുവരെ 245 കുട്ടികൾ ഉൾപ്പെടെ 9371 പേരാണ് ഇന്ത്യയിലേക്ക് മടങ്ങിയത്. അടുത്ത മാസം 2 മാസത്തിനകം പ്രവാസികൾക്കടക്കം 20 ലക്ഷം കോവിഡ് പരിശോധന നടത്താൻ പദ്ധതി തയ്യാറാക്കിയിരിക്കുകയാണ് UAE. പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും ജോലി ചെയ്യുന്നവരെ ലക്ഷ്യമിട്ടാണ് വ്യാപക പരിശോധനയ്ക്ക് പദ്ധതി തയ്യാറാക്കുന്നതെന്ന് ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. സർക്കാർ വക്താവ് ഡോക്ടർ അംന അൽ ഷംസി കോവിഡ് ആഘാതം കുറയ്ക്കുന്നതിന് രാജ്യം സ്വീകരിച്ച നടപടികളെക്കുറിച്ച് തിങ്കളാഴ്ച പത്രസമ്മേളനത്തിൽ വിശദീകരിക്കുകയും ചെയ്യുകയുണ്ടായി. സൗദി അറേബ്യയിൽ കോവിഡ് ടെസ്റ്റുകളുടെ എണ്ണം 20 ലക്ഷം കടന്നു. 20,18,657 സ്രവ സാമ്പിളുകളാണ് PCR ടെസ്റ്റിന് വിധേയമാക്കിയത്. ഇതിൽ 20,17,008 പേരിൽ രോഗം സ്ഥിരീകരിച്ചു. അതിൽ 1,54,000 പരം പേർക്ക് രോഗം ഭേദമായി. 2017 ആളുകൾ മരണത്തിന് കീഴടങ്ങി. ബാക്കി 60,252 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇതിൽ 2,268 പേർ ഗുരുതരാവസ്ഥയിലാണ്. കഴിഞ്ഞ വാരാന്ത്യത്തിൽ നടന്ന എമിറേറ്റ്സ് ലോട്ടോ നറുക്കെടുപ്പിൽ ഓരോ മില്യൺ ദിർഹം പങ്കിട്ടെടുത്ത് 2 ഭാഗ്യവാന്മാർ. എമിറേറ്റ്സ് ലോട്ടോയുടെ 12ാമത് നറുക്കെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ട 6 സംഖ്യകളിൽ 5ഉം യോജിച്ചു വന്ന 2 ഇന്ത്യക്കാരാണ് 5 ലക്ഷം ദിർഹം വീതം സ്വന്തമാക്കിയത്. UAEയിൽ സന്ദർശനത്തിനെത്തിയ 35-കാരനായ കിക്കരെ അലി അബ്ദുൽ മുനീറാണ് വിജയികളിൽ ഒരാൾ. വിവാഹിതനും ഒരു കുട്ടിയുടെ പിതാവുമായ ഇദ്ദേഹം സമ്മാനത്തുക കൊണ്ട് എന്ത് ചെയ്യണമെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ്. കുടുംബവുമായി സംസാരിച്ച ശേഷം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഒമാനിൽ കോവിഡ് രോഗികളുടെ എണ്ണം ഉയർന്നത് അധികൃതരെ ആശങ്കയിലാഴ്ത്തുന്നു. കഴിഞ്ഞ 3 ആഴ്ചയ്ക്കുള്ളിൽ 100-ൽ അധികം പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. കഴിഞ്ഞ 3 ആഴ്ചയിൽ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ രാജ്യത്ത് ഗണ്യമായ വർധനവാണ് രേഖപ്പെടുത്തി വരുന്നത്. ഇതിനോടകം തന്നെ ഒമാനിൽ കോവിഡ് രോഗബാധിതരുടെ എണ്ണം 48,997 ആയതായി ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ ശ്രദ്ധയില്ലാത്ത പെരുമാറ്റമാണ് രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിപ്പിച്ചതെന്ന് ഒമാൻ ആരോഗ്യ മന്ത്രാലയ അണ്ടർ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് ബിൻ സൈഫ് അൽ ഹുസൈനി വ്യക്തമാക്കി. രാജ്യത്തെ നിയമലംഘകരുടെ ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കുമെന്നും ഒമാൻ സുപ്രീം കമ്മിറ്റി അറിയിച്ചു. ഗൾഫിൽ ചൊവ്വാഴ്ച കോവിഡ് ബാധിച്ച് 3 മലയാളികൾ മരിച്ചു. കൊല്ലം ചാത്തന്നൂർ സ്വദേശി കുന്നുവിള തോമസ് ജോൺ ജിദ്ദയിൽ മരിച്ചു. 3 ആഴ്ചയായി ജിദ്ദ സുലൈമാൻ ഫക്കീഫ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തൃശൂർ വടക്കേക്കാട് സ്വദേശി വെട്ടിയാട്ടിൽ വീട്ടിൽ 65 വയസ്സുള്ള പ്രേമരാജൻ സൗദി ജുബൈലാണ് മരിച്ചത്. മലപ്പുറം കോട്ടിപ്പടി സ്വദേശി നജീബ് മച്ചിങ്ങൽ റിയാദിൽ മരിച്ചു. ഗൾഫിൽ നിലവിൽ കോവിഡ് ബാധിച്ച് മരിച്ച മലയാളികളുടെ എണ്ണം 305 ഉയർന്നു. സൗദിയിൽ വലിയ പെരുന്നാൾ അവധി ദിവസങ്ങളിൽ മാറ്റമില്ലെന്ന് മാനവവിഭവശേഷി മന്ത്രാലയം വ്യക്തമാക്കി. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഹജ്ജ് തീർത്ഥാടകരുടെ എണ്ണം പരിമിതപ്പെടുത്താൻ തീരുമാനിച്ച സാഹചര്യത്തിലാണ് പെരുന്നാൾ അവധി ദിവസങ്ങളിൽ മാറ്റമില്ലെന്ന് മന്ത്രാലയം അറിയിച്ചത്. അറഫ ദിനം മുതൽ അറബിക് കലണ്ടർ ദുൽഹജ്ജ് 12 വരെ 4 ദിവസമാണ് സ്വകാര്യ മേഖലാ ജീവനക്കാർക്ക് വലിയ പെരുന്നാൾ അവധി ലഭിക്കുക. എന്നാൽ ഇതിൽ കൂടുതൽ അവധി സ്വകാര്യ മേഖലാ ജീവനക്കാർക്ക് സ്ഥാപനങ്ങൾ നൽകുന്നതിന് വിലക്കില്ല. നേരത്തെ ഹജ്ജ് കർമ്മം നിർവഹിക്കാത്ത തൊഴിലാളിക്ക് സർവീസ് കാലത്ത് 1 തവണ വേതനത്തോടുകൂടിയ ഹജ്ജ് അവധിക്ക് അവകാശമുണ്ട്. ഓഗസ്റ്റ് 1-ന് രാജ്യാന്തര സർവീസ് ആരംഭിക്കുന്ന കുവൈറ്റ് എയർവേസ് കൊച്ചിയിൽ നിന്ന് കുവൈറ്റിലേക്കുള്ള ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു. ചില ദിവസങ്ങളിലെ ടിക്കറ്റ് ഇതിനോടകം തന്നെ തീർന്നു. 2-ാം തീയതി ടിക്കറ്റ് ലഭ്യമാണെങ്കിലും 48,239 രൂപയാണ് റൺവേ ടിക്കറ്റ് നിരക്ക്. 4-നുള്ള ടിക്കറ്റിന് 46,664 രൂപയുണ്ട്. ശനി, ഞായർ ദിവസങ്ങളിലെ ടിക്കറ്റിന് 48,000-ന് മുകളിലാണ് നിരക്ക്. ഡൽഹി, മുംബൈ, ചെന്നൈ, ഹൈദരാബാദ്, അഹമ്മദാബാദ് എന്നീ സെക്ടറുകളിലേക്കും ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. സജീവമാകുന്ന ദുബായ് വിമാനത്താവളത്തിൽ ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ സന്ദർശനം. യാത്രക്കാരെ വരവേൽക്കാൻ വിമാനത്താവളത്തിൽ ഒരുക്കിയിരുന്ന സജ്ജീകരണങ്ങളും മുൻകരുതൽ നടപടികളും അദ്ദേഹം വിലയിരുത്തുകയും ചെയ്തു. യാത്രക്കാർ എത്തുന്ന സ്ഥലം, എമിഗ്രേഷൻ പോയിന്റ്, കോവിഡ് പരിശോധനാ കേന്ദ്രം എന്നിവയിൽ അദ്ദേഹം സന്ദർശനം നടത്തി. മാസ്ക് ധരിച്ച് സാമൂഹിക അകലം പാലിച്ചായിരുന്നു സന്ദർശനം.
വർഷങ്ങളായി ദുബായ് വിമാനത്താവളം ലോകത്തിലെ 1-ാം നമ്പർ വിമാനത്താവളമാണെന്നും അസാധാരണ പ്രയത്നത്തിലൂടെയാണ് ഇത് നിലനിർത്തുന്നതെന്നും ഷെയ്ഖ് ഹംദാൻ ട്വിറ്ററിൽ കുറിക്കുകയുണ്ടായി. കുവൈറ്റിലേക്ക് മടങ്ങി വരേണ്ട കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം ജീവനക്കാരുടെ പട്ടിക പുറത്തിറക്കി. ഇതനുസരിച്ച് കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് നാട്ടിൽ പോയി മടങ്ങി വരാൻ കഴിയാത്ത ആരോഗ്യ പ്രവർത്തകർക്ക് ഓഗസ്റ്റ് 1 മുമ്പായി കുവൈറ്റിലേക്ക് മടങ്ങി വരാവുന്നതാണ്. കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം തയ്യാറാക്കിയ പട്ടിക അനുസരിച്ച് വിസ കാലാവധി കഴിഞ്ഞവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും രാജ്യത്തേക്ക് തിരിച്ചു വരാവുന്നതാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.